ഹലോ ഗൈസ്, ഇത്തവണ ഒരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോ ഈ ഡിസംബർ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു 3 വർഷം ആവുകയാണ് ഞാൻ ഇന്ത്യശ്രീ RC3 വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. സംഭവം കണ്ണയിൽ കണ്ടുകൊണ്ടിരുന്ന വേറെ ഒന്നുമല്ല, 2026 ഒരു BS3 RC3 വാങ്ങുക എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഡിസിഷൻ ആണോ, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ വൃത്തിയായിരിക്കും, മീൻസ് ഇങ്ങനെ ബൈക്ക് വാങ്ങുന്നത് വൃത്തിയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുള്ള എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പോൾ അത് വേറൊരു ആൾക്കാർക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാവണമെന്നില്ല. സോ ആ ഒരു സെൻസിൽ ഈ വീഡിയോ മുന്നോട്ട് കാണാം. ഓക്കെ, ഞാൻ ഒരിക്കലും ഈ വണ്ടിക്ക് ഇങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇത്രയാണ് ഇതിന്റെ പവർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല പറയാൻ പോകുന്നത്. കാരണം ഇത് 2014 ഇറങ്ങിയ വണ്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ. നമ്മൾ അതിനെ കുറിച്ചൊന്നുമല്ല പറയാൻ പോകുന്നത്. നമ്മള് ബൈക്ക് വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആ വണ്ടിയിൽ നോക്കും, അതൊക്കെ മീറ്റ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ എന്തൊക്കെയായിരുന്നുള്ളത്, അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ ഏതൊക്കെ കാര്യങ്ങളാണ് എന്റെ ഈ ബൈക്ക് മീറ്റ് ചെയ്തത്, അത് സാറ്റിസ്ഫൈ ചെയ്തെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ബൈക്ക് ഏത് ക്യാരക്ടർ ആൾക്കാർക്കാണ് ഏറ്റവും സ്യൂട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റോ ബൈക്ക് അതിന്റെ റോ പവർ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നവന്, അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബൈക്ക്, അതായത് എന്താ പറയുക, ഇതൊരു റോ ബൈക്കാണ്. പലരും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പച്ച കളറാണ്, റോ ബൈക്ക് ആണ്, കുറച്ച് റഫ് ആയിട്ടാണ്. ഈ വണ്ടി കുറച്ച് റഫ് ആയിട്ടുള്ള ബൈക്കാണ്, റോ പവറാണ്, അത്ര റിഫൈൻഡ് എഞ്ചിനീയർ ഇതിന്റെ. പിന്നെ ഇതിന്റെ എക്സോസ്റ്റ് നോട്ടും ഈ കമ്പനിയുടെ പൊസിഷൻ അത്യാവശ്യം നല്ല പവർ ഉണ്ട്, അത്യാവശ്യം നല്ല ഡീസന്റ് പവർ വണ്ടി തന്നെയാണ് 390. അത് BS3 RC3. അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നതിന് ഈ വണ്ടി അടിപൊളിയാണ്. കാരണം നമ്മള് ഇപ്പോഴത്തെ പല പുതിയ ബൈക്കുകാരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ഈ വണ്ടി വാങ്ങുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതിൽ കുറച്ച് കാര്യം പറയാൻ പോകുന്ന കാര്യം വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വൈബ്രേഷൻ ഞാൻ പറയുമ്പോൾ കുറച്ച് വൈബ്രേഷൻ ഉള്ള വണ്ടിയാണ്. അതായത് ഞാനിപ്പോ എന്റെ വണ്ടിയിൽ കുറച്ച് ഡബിൾ ടേപ്പ് ഒക്കെ അവിടെ ഒട്ടിച്ച് കുറച്ച് അതിന് മാക്സിമം വൈബ്രേഷൻ കുറച്ച്, എന്നാലും ഇതിന്റെ ചെറിയൊരു വൈബ്രേഷൻ അത് എടുത്തു പറയാൻ പറ്റിയൊരു കാര്യം. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എനിക്കത് പ്രശ്നമായിട്ട് തോന്നില്ല, പക്ഷെ നമ്മൾ ബൈക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് എടുത്ത് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഹീറ്റിംഗ് ഇഷ്യൂ. അത്യാവശ്യം നല്ല ഹീറ്റ് ആവുന്ന ബൈക്ക് തന്നെയാണ് ഇത്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഹീറ്റായിട്ട് ഓഫ് ആയി പോയ സിറ്റുവേഷൻ ഒന്നും പല വീഡിയോസിലും പറഞ്ഞു. BS3 390 ബൈക്കുകൾ ഇതുപോലെ ഓവർ ഹീറ്റ് ആയിട്ട് ഓഫ് ആയി പോകുന്ന പ്രാർത്ഥിക്കാക്കി എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ മേഘമല യാത്രയൊക്കെ പോയ സമയത്ത് നല്ല രീതിയിൽ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാത്രം ഇട്ട് കുറെ കിലോമീറ്റർ ഓടിക്കുകയും നല്ല രീതിയിൽ എന്താ പറയുക അധികം ഗിയർ മാറാതെ കുറെ ഓടിക്കേണ്ട കിലോമീറ്ററോളം ഓടിക്കാൻ വന്നിട്ട് പോലും ഭയങ്കര ഹീറ്റ് ആയിട്ട് ഫാനൊക്കെ ഒരുപാട് നേരം വർക്കായിട്ടൊന്നും എനിക്ക് ഇതുവരെ ഓഫ് ആയി പോകുന്ന ഇതുവരെ ട്രാഫിക് കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഹീറ്റിംഗ് നമുക്ക് എടുത്തു പറയാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാൻ പറ്റിയ കാര്യമാണ് ഫീച്ചേഴ്സ്. ഈ വണ്ടിക്ക് ആകപ്പാടുണ്ടെന്ന് പറയുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ABS ഉണ്ട്, അങ്ങനൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ബൈക്കുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. കോമ്പിങ് ABS, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് ആകപ്പാടെ ഒരു ABS സംബന്ധം മാത്രമേ ഉള്ളൂ. സ്ലിപ്പർ ക്ലച്ച് പോലും 2014 കൊണ്ട് വണ്ടിക്കില്ല. അപ്പോ അത് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റിയ പോയിന്റ് തന്നെയാണ് ഫീച്ചേഴ്സ് കുറവാണെന്നുള്ളത്. പിന്നെ നാലാമത്തെ പോയിന്റ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ ബൈക്കുകളെ കമ്പയർ ചെയ്ത് പറയേണ്ട വിഷയമല്ല, അത് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ബാക്ക് പെയിൻ, അതായത് ലോങ് റൈഡ് ഒക്കെ പോകുമ്പോൾ എനിക്ക് ഞാൻ പറയാം ഇതെല്ലാം കുറച്ച് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ബാക്ക് പെയിൻ എടുക്കാറുണ്ട് അത്യാവശ്യം നല്ലപോലെ. കാരണം ഇത്രയും കമ്പയർ ആയിട്ടുള്ള പൊസിഷനാണ്, അത് ഒബിയസ്ലി അത് വരും, അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് കമ്പയർ ചെയ്യാൻ വേണ്ടി പുതിയ ബൈക്കുകൾ കമ്പയർ ചെയ്യാൻ വരുമ്പോൾ പറയേണ്ട ഒരു കാര്യമില്ല, എന്നാൽ ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം. കാരണം ഞാൻ ഇതിൽ കുറച്ച് യാത്രകൾ പോകാറുണ്ട്. അപ്പം ഈ ബാക്ക് പെയിൻ, ഈ 4 കാര്യങ്ങളാണ് നമ്മള് 3 കാര്യങ്ങൾ നമ്മൾ കൂട്ടിക്കും. 3 കാര്യങ്ങളാണ് നമ്മൾ പുതിയ ബൈക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് എന്താ പറയുക, ഇതിനെ കുറച്ച് പോരായ്മകളായിട്ട് നമുക്ക് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പുറമോട്ട് നിൽക്കുവാണെങ്കിലും ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് എന്റെ ഡിഫറെന്റ് ആണ്. അതിൽ പറഞ്ഞ ഒരു പുതിയ ബൈക്കുകൾക്ക് തരാൻ പറ്റും. ഈ ബൈക്ക് ഓടിച്ചാൽ അറിയാം, ഒരു BS3 RC3 ഓടിച്ചാൽ അറിയാം ഈ വണ്ടി എങ്ങനെയാണെന്ന്. ഇത് എക്സ്ട്രീം ഡിഫറെന്റ് ഫീലാണ്. പലരും ട്രോളാവുണ്ട് ഇതിന്റെ സൗണ്ടിനൊക്കെ. എനിക്കെന്ന് പറഞ്ഞാല് ഓൾറെഡി ഒരു 2 സ്ട്രോക്കും ഉണ്ട്. എനിക്ക് പഴയ വണ്ടി ഭയങ്കര ഇഷ്ടം. ഇതിന്റെ സൗണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൗണ്ടാണ്. കാരണം അതൊരു രസമുള്ളൊരു കാര്യം, രസമുള്ളൊരു സൗണ്ട് ആയത്, ഐക്കോണിക് സൗണ്ട് എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൗണ്ടാണ് പേഴ്സണൽ. സോ
ഇങ്ങനത്തെ കുറച്ച് പലധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു വണ്ടിയുടെ റഫ്നെസ്, റോ പവർ, ഈ സൗണ്ട്, ക്യാമറയുടെ പൊസിഷൻ, ഇത് എല്ലാം കൂടെ വെച്ച് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, നമുക്ക് ഓടിക്കാൻ കിട്ടുന്ന ഫീൽ, അത് വേറൊരു ബൈക്കിന് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഈ ഒരു സെഗ്മെന്റിൽ എന്റെ കാര്യമാണ് പറയുന്നത്. 400cc സെഗ്മെന്റിലെ ഈ ഒരു ബൈക്ക് കാര്യം ഞാൻ പറയാം. ഇപ്പൊ അവിടെ വേറെ കുറെ ബൈക്കുകളുണ്ട്, പക്ഷെ ഞാൻ സിംഗിൾ സിലിണ്ടർ സെഗ്മെന്റിൽ ഈ വണ്ടിയെ കുറിച്ചാണ് പറയുന്നത്. അത് എന്റെ ഡിഫറെന്റ് ഫീലാണ്. അത് വേറെ വണ്ടിക്ക് തരാൻ പറ്റില്ല. അത് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നവന് അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്റെ ക്യാരക്ടർ ഈ വണ്ടി കിട്ടുന്ന ഫീലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര കണക്റ്റായിട്ടൊരു ബൈക്കാണ്. കാരണം ഞാൻ ഈ ടൈപ്പ് ഓഫ് ഈ വണ്ടി തരുന്ന ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ക്യാരക്ടറിന് പറ്റിയ ഒരു ഔട്ട്പുട്ടാണ് ഈ വണ്ടി തരുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റോ ബൈക്ക്, ഇങ്ങനൊരു ഐറ്റം കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാർക്ക് ഭയങ്കര സുഖമായിട്ടൊരു ബൈക്കാണ് ഈ ഒരു BS3 ഇപ്പൊ എനിക്ക് എടുത്തിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല എടുത്തൊരു മണ്ടൻ തീരുമാനമായിക്കോട്ടെ എനിക്ക് തോന്നിയിട്ടില്ല. സോ ഒബിയസ്ലി യാത്ര പോകുമ്പോൾ നടുവേദന എടുക്കാറുണ്ട്. അത് നമുക്കത് ഇതിനകത്ത് പറയാൻ പറ്റിയ കാര്യമല്ല, കാരണം ഇത് അങ്ങനെ ഒരു ബൈക്കാണ്, ടെമ്പററി പൊസിഷൻ ഉള്ള ഒരു ബൈക്കാണ്. അത് എന്തായാലും ഒബിയസ്ലി ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ആ സമയത്ത് മാത്രമേ കുറച്ചൊക്കെ ഞാൻ ഒന്ന് സ്ട്രഗിൾ ചെയ്തില്ല. അല്ല നോക്കുവാണെങ്കിൽ എനിക്ക് കംപ്ലീറ്റ്ലി വർത്തിയാൻ തോന്നിയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഈ ബൈക്ക് വാങ്ങാൻ തോന്നിയ ഒരു തീരുമാനം. എനിക്ക് കംപ്ലീറ്റ് വർത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ആരെങ്കിലും ഇപ്പൊ ഒരു ബൈക്ക് ഞാനിപ്പോ എടുത്തിട്ട് 3 വർഷം ആകുമ്പോൾ ഇപ്പൊ അടുത്ത കൊല്ലമാണ് ഞാൻ ബൈക്ക് എടുക്കാൻ പോകുന്നെങ്കിൽ ഒബിയസ്ലി ഞാൻ ഈ വേണ്ടി ഇതുപോലെ BS3 ഞാൻ ചൂസ് ചെയ്തത്. എന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാവൽ ചെയ്യുന്നതാണ്. അതായത് ഭയങ്കര ദൂരെ നിന്നുമല്ല, എല്ലാ മാസവും എവിടെയെങ്കിലും ഒക്കെ പോകാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് ദൂരെ ഒരു കുഞ്ഞു ട്രിപ്പെങ്കിലും മാക്സിമം പോകാൻ ശ്രമിക്കുന്നതാണ്. അപ്പോ കാര്യം തുടങ്ങിയപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കേണ്ട ഒരു വണ്ടി അതായത് ഒരു അഡ്വഞ്ചർ ബൈക്കോ, അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ടൂറിംഗ് ബൈക്കോ അങ്ങനത്തെ ആയിരുന്നു. ഇപ്പൊ പറയുകയാണെങ്കിൽ വല്ല അഡ്വഞ്ചർ 390 ഡൊമിനോറോ അല്ലെങ്കിൽ എക്സ്പൾസോ അങ്ങനെ കുറച്ചുകൂടെ യാത്രയ്ക്ക് കംഫർട്ടബിൾ, ഹിമാലയനോ അങ്ങനെ കുറച്ചുകൂടെ യാത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബൈക്കായിരുന്നു ഞാൻ എടുക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് യാത്ര പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലോങ് റൈഡ് ആണെങ്കിൽ എനിക്ക് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്ക് പെയിൻ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ബാക്ക് പെയിൻ കുറച്ച് കിലോമീറ്റർ നല്ല ലോങ് കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് ബാക്ക് പെയിൻ നല്ലോണം എടുക്കും. അത് എനിക്ക് നല്ല സ്ട്രഗിൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്ക് പെയിൻ ആയിരുന്നു. ചിലർക്ക് റിസ്റ്റിലൊക്കെ പെയിനാണ് പറയാൻ, പക്ഷെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ് തോന്നിയിട്ടുള്ളത്. അതിലൂടെ നമുക്കൊരു ലഗേജ് ഒരിക്കലും കുറച്ച് വീട്ടിലുള്ള ലഗേജ്, അതായത് ഞാൻ ലാപ്ടോപ്പ് ബാഗ് ഇട്ട് വരെ എന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ലാപ്ടോപ്പ് തോർത്ത് ബാഗായിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ പറയുകയാണ് ഭയങ്കര സീനായിട്ട് തോന്നിട്ടുണ്ട്. ലഗേജ് ബാക്കിൽ വെച്ച് കിട്ടാൻ നോക്കിയാലും കുറച്ച് പാടാണ്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാസ്റ്റ് പോയ 2 ട്രിപ്പും മറ്റേ ഇടുക്കി വാഗമണൊക്കെ ആ ട്രിപ്പിലൊക്കെ പോയപ്പോഴത്തേന് ഞാൻ ബാക്കിൽ ലഗേജ് വെച്ച് കെട്ടി. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ പാടുമൊക്കെ നല്ല രീതിയിൽ 2 വള്ളിയൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ഒരു സീനായിട്ട് തോന്നിയത് വെച്ചാൽ ഇതിന്റെ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാണ്. സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ ആണ് ഇതിൽ. കാരണം ഇത് അങ്ങനെ ട്രാക്ക് സ്പെക് ആ രീതിക്കുള്ള ബൈക്കാണ്, അതായത് നമുക്ക് ടൂറിങ്ങിന് യാത്രയ്ക്കുള്ള ബൈക്കല്ല. സോ ബേസിക്കലി ഇതിന്റെ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിഫാണ്. അപ്പൊ ഇത് അധികം കർട്ടറുകൾ ആകുന്നില്ല ഈ ബൈക്ക്. അധികം കർട്ടറുകൾ ഓടിക്കാൻ പറ്റിയ ബൈക്കല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മളെല്ലാം RS 200 എന്താ പറയുക ഭയങ്കര ഞാൻ പറയാം കമ്പാരിസൺ ഞാൻ പറയാൻ വെച്ച് അത്ര ഒരു ട്രാവലുള്ള സസ്പെൻഷൻ അല്ലേ, മെരുടെ ട്രാവൽ അത്രയും ട്രാവലുള്ള സസ്പെൻഷൻ ആയിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. അപ്പൊ കട്ടറൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി കട്ടർ അധികം താങ്ങത്തില്ല, കാരണം ഭയങ്കര സീനാണ്, അധികം താങ്ങത്തില്ല. അപ്പം അങ്ങനത്തെ മോശമോടൊക്കെ വരുമ്പോൾ ഞാൻ ഈ വേണ്ടി എടുക്കാറില്ല. ഞാൻ നോക്കും പോകുന്ന റൂട്ട് എങ്ങനെയൊക്കെയാണ്, അധികം മോശമാണെങ്കിൽ എടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം ഒരു 5ാമത്തെ ഗിയറിലൊക്കെ അത്യാവശ്യം നല്ല ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു റോഡൊക്കെ ആണെങ്കിൽ നൈസാ, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട്. ഇവിടെ എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 2-3 ഗിയറിലൊക്കെ ഡൗൺ അടിച്ച് കട്ടറുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് വരാം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കേണ്ട ഒരു ബൈക്ക് ഇതുപോലെ ടൂറിംഗ് പർപ്പസിന് വേണ്ടി പറ്റിയൊരു ബൈക്കായിരുന്നു. പക്ഷെ ഈ യാത്ര പോലെ തന്നെ എനിക്ക് അതിലും കുറച്ച് ഭ്രാന്തുള്ള ഒരു കാര്യമാണ്. എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് താല്പര്യമാണ്. സ്പീഡ് എന്ന് പറയുമ്പോൾ അതായത് കുറച്ചുകൂടെ കോർണറിങ് എടുക്കാനും നല്ല സ്പീഡിൽ പോകാനും കുറച്ച് മത്സരം കളിക്കാനും ഒരിക്കലും നമ്മൾ റോഡ് ചെയ്താത്തൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് മീൻസ് ഇങ്ങോട്ടാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ മത്സരിക്കുന്ന ടൈപ്പ് ഓഫ് എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കുറച്ചുകൂടെ സ്പീഡിനോട് ഭയങ്കര താല്പര്യമാണ്, സ്പീഡിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ്. അതിലൂടെ എനിക്ക് അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ് വേണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യം എടുക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ
കൂടെ ഒക്കെ വന്നപ്പോഴാണ് ഞാൻ ഇതിലോട്ട് തന്നെ വന്നത്. കാരണം എനിക്ക് ഈ പറഞ്ഞ സ്പീഡിൽ പോകുന്നത് കുറച്ച് പേരിലുള്ള ആളാണ്. ഞാൻ അധികം സ്പീഡിലൊന്നും പോകത്തില്ല. കുറച്ച് നോർമൽ ആയിട്ട് സ്പീഡിൽ നോർമൽ സ്പീഡിൽ മാത്രം ക്രൂസ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ഒരു പർപ്പസ് വേണ്ടിയുള്ള ബൈക്കേ ഞാൻ എടുക്കത്തുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ആളായത് തന്നെയാണ് ഞാൻ ഈ വണ്ടിയിലോട്ട് വന്നത്. എന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് എനിക്ക് വേറെ ബൈക്കുകളുണ്ട്. ഒരു സുസുക്കി സമ്പ്രായുണ്ട് 2000 മോഡൽ. അത് പെർഫോമൻസ് വൈസ് പണിഞ്ഞ വണ്ടിയൊന്നുമല്ല, കുറച്ച് ലുക്ക് വൈസ് കുറച്ചൊക്കെ ഡീസെന്റ് രീതിയിൽ പണിയിട്ടുള്ള ഒരു ബൈക്കാണ്. അപ്പൊ അതായത് എന്റെ രണ്ടാമത്തെ ബൈക്ക്. ആദ്യം ഒരു പഴയ മോഡൽ ഡിയോ ആയിരുന്നു, ഫുള്ള് കമ്പനി ആയിട്ട് കൊടുക്കേണ്ടി വന്നു. പിന്നെ അടുത്ത ബൈക്കാണ് സുസുക്കി സമ്പ്രായ. അതെടുത്തപ്പോ ഒരു 8 വർഷം മേളിലായി കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോലി കയറിയ സമയത്ത്, ഞാൻ IT കമ്പനിയിൽ ജോലി കയറിയ സമയത്ത്, അപ്പൊ ഫസ്റ്റ് മന്ത്ലി സാലറി കിട്ടിയപ്പോ തൊട്ട് നെക്സ്റ്റ് ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഫണ്ട് കൂട്ടി തന്നുമായിരുന്നു. അപ്പൊ ഓൾറെഡി എന്റെ മനസ്സിൽ RC3 എടുക്കണം തന്നെയായിരുന്നു ആഗ്രഹം. കാരണം അത് കുറച്ച് നാളായിട്ട്, അതായത് എന്റെ സമയം ഉള്ളത് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആഗ്രഹമായിരുന്നു RC3 എടുക്കണമെന്നുള്ളത്. അപ്പോ ഞാൻ ഈ രണ്ടാമത്തെ ബൈക്ക് എടുക്കണം എന്നുള്ള കാര്യം മീൻസ് ആഗ്രഹം മനസ്സിൽ വന്നപ്പോഴേ എന്റെ മനസ്സിൽ കുറച്ച് എക്സ്പെക്ടേഷൻ, കുറച്ച് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് ഡിമാൻഡുകൾ ചിലര് പറയുന്നത് എക്സാമ്പിളുള്ള എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന നെക്സ്റ്റ് ബൈക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ എനിക്ക് വേണ്ട ഞാൻ നോക്കിയ ഒരു കാര്യം വെച്ചാൽ അതായത് സെഗ്മെന്റിൽ ടോപ്പ് ബൈക്ക് ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും BS3 RC390 എന്ന് പറയുന്ന ഒരു ബൈക്ക് അതിന്റെ മീൻസ് അതായത് സിംഗിൾ സിലിണ്ടർ സെഗ്മെന്റിലെ വൺ ഓഫ് ദ ടോപ്പ് പവർഫുൾ ബൈക്ക് തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഏതൊക്കെ കുറെ മീൻസ് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ സീസൂലി ബൈക്ക് ഇറങ്ങിയാൽ പോലും യൂട്യൂബിൽ എപ്പോഴും നോക്കിയാൽ കാണുന്ന ഒരു കാര്യമാണ് ആ ബൈക്ക് ഏത് ബൈക്കാണ് അത് വേഴ്സസ് RC390, അത് BS3 RC390 അങ്ങനെ ഒരു കാര്യം. സിംഗിൾ സെഗ്മെന്റിലെ വൺ ഓഫ് ദ ടോപ്പ് പവർഫുൾ ബൈക്ക് തന്നെയാണ് RC390, അതൊരു സംശയമില്ല. ഞാൻ രണ്ടാമത് എനിക്കുണ്ടായിരുന്ന ഞാൻ നോക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ പോകുന്ന ബൈക്ക് അത് നമ്മള് മീൻസ് എന്റെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ മോഡിഫൈ ചെയ്യാതെ തന്നെയാണ്. അതായത് സ്റ്റോക്ക് ലുക്കിൽ തന്നെ അതിന് അത്യാവശ്യം നല്ല കിടിലൻ ലുക്ക് ആയിരുന്നു എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു BS3 അതായത് KTMന്റെ BS3 വണ്ടികളുടെ ഗ്രാഫിക്സിന്റെ ഒരു ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് RC200 ആയാലും ഡ്യൂബ് 390 ആയാലും ഡ്യൂബ് 200 ഒക്കെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗ്രാഫിക്സ് ഡിസൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റോക്ക് ലുക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിത് ഒരു ചേഞ്ച് വെക്കാതെ ഇതിന്റെ പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് വരുത്താൻ എനിക്ക് ഒരു ആഗ്രഹമില്ല. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ബൈക്ക് നമ്മൾ ഇങ്ങനത്തെ കസ്റ്റം ചേഞ്ച് ചെയ്തതിന്റെ ബോഡി കിറ്റും കാര്യങ്ങൾക്കൊന്നും ചേഞ്ച് വരുത്താതെ തന്നെ നല്ല ലുക്കുള്ള വണ്ടി ആയിരിക്കും നിർബന്ധമുണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി ഈ വണ്ടി അങ്ങനത്തെ ഒരു ബൈക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഗ്രാഫിക്സ് ആണെങ്കിലും കോമ്പിനേഷൻ കാര്യങ്ങളല്ല. ഞാൻ ആപ്പാണ് ചേഞ്ച് വരുത്തിയേക്കുന്നത്. ഇതിന്റെ ടയർ ഹക്കർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പത്തെ സാരികൾ വെൻ സ്റ്റോപ്പ് അത് രണ്ടിനും വേണ്ടിയിട്ടില്ല. ബാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ ഇതൊരു പക്ക സ്റ്റോപ്പ് ബൈക്കാണ്. ടയർ ഹക്കറും സാരികളോടെ ഇരിപ്പുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ബൈക്ക്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് പക്കയാണ് ഈ വണ്ടി. അതായത് ഒരിക്കലും ഞാൻ ഒരിക്കലും ശരിക്കത്തുമില്ല. ജീവനോടുള്ള കാലം വരെ ഈ വണ്ടി ഈ ലുക്കിൽ തന്നെ ആയിരുന്നു. ഒരിക്കലും ഇതിന്റെ ഒരു കളറും കാര്യങ്ങളും ഒബ്സ്റ്റക്കിളും ഒന്നും ചേഞ്ച് വരുത്താൻ പോകുന്നില്ല. പിന്നെ മൂന്നാമത്തെ എനിക്ക് ഞാൻ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സോസ്റ്റ് നോട്ട്. അതായത് എക്സോസ്റ്റ് നോട്ടും നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്തു ഒരു കസ്റ്റം എന്താ പറയുക ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ച് സൗണ്ട് മാറ്റാതെ തന്നെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ അത്യാവശ്യം സൗണ്ടുള്ള വണ്ടി ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഈ വണ്ടി പക്കയാണ്. BS3 RC3 എനിക്ക് അത്യാവശ്യം നല്ലൊരു BS3 എന്ന സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നൈസാണ്. അപ്പം ആ ഒരു മൂന്നാമത്തെ കാര്യം ഈ വണ്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നാലാമത്തെ പറയാൻ പറ്റിയ കാര്യമാണെങ്കിൽ ടോപ്പ് സ്പീഡ് ഒക്കെ പറയാം. അത്യാവശ്യം നല്ലൊരു ടോപ്പ് സ്പീഡ് ഈ വണ്ടിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞ ടോപ്പ് സെഗ്മെന്റിലെ ടോപ്പ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഞാൻ നാളെ എടുത്ത് പറഞ്ഞത് മാത്രം. അത്യാവശ്യം നല്ലൊരു ടോപ്പ് സ്പീഡ് ഉള്ള ഒരു ബൈക്കാണിത്. എനിക്ക് ഇതിന്റെ KTM അറിയാലോ, KTM ഇനിഷ്യലാണ്. KTM എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇനിഷ്യൽ സ്പീഡാണ് നമുക്ക് തോന്നുന്നത്. ഇനിഷ്യൽ പിക്കപ്പ് ആണ് തോന്നുന്നത്. ഏകദേശം ഒരു 6 സെക്കൻഡ് മതി ഇതിന് 0 to 100 വരെ എത്താൻ. വെറും 6 സെക്കൻഡ് മാത്രം മതി ബൈക്കിന്. ഞാൻ ഏറ്റവും മാക്സിമം ഞാൻ ടോപ്പ് എൻഡ് അടിച്ചെന്ന് പറഞ്ഞാൽ ധനുഷ്കോടി പോയപ്പോഴായിരുന്നു 174. അത് അങ്ങനെ ഓപ്പൺ റോഡിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ 177 കുറച്ചുകൂടെ വേണ്ടി കയറും. അന്ന് എനിക്ക് 177 വരെ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വൺ ടൈം മാത്രം ഒരു 2 വട്ടം ചെക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ എനിക്ക് ടോപ്പ് എൻഡ് ഒക്കെ അടിച്ചു പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഈ ഒരു 3 കാര്യങ്ങൾ, അതായത് സെഗ്മെന്റ് ടോപ്പ് ആയിരിക്കണം, ഒരു മോഡിഫിക്കേഷൻ ചെയ്താൽ തന്നെ സ്റ്റോക്ക് ലുക്ക് തന്നെ ഭയങ്കര അടിപൊളി ആയിരിക്കണം. അത് പിന്നെ എക്സോസ്റ്റ് ഒന്നും മാറ്റാതെ തന്നെ സ്റ്റോക്ക് തന്നെ അത്യാവശ്യം നല്ല സൗണ്ടായിരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു നെക്സ്റ്റ് ബൈക്കാണ്. ഇത്രയും കാര്യങ്ങളായിട്ട് ഞാനൊരു ബൈക്ക് എടുക്കാനായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത ബൈക്കാണ് BS3 RC3. പിന്നെ പുതിയ RC390 പറ്റി ചിന്തിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുതായിട്ടൊന്ന് അതിനെ പ്രശ്നം ആലോചിച്ചായിരുന്നു. കാരണം നമ്മള് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുന്ന സമയത്ത്
നമ്മൾ വിചാരിക്കല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ ലൈഫിൽ ഒരു പുതിയ ബൈക്ക് ഷോറൂമിൽ നടക്കുന്നത്. അങ്ങനെ ആ രീതിയിലൊന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ എന്തോ പുതിയ RC3 നല്ല അടുത്ത് കണ്ടപ്പോ എനിക്ക് ആ ഒരു അതിനുള്ള ഇംപ്രഷൻ എങ്ങനെ പോയി. എന്താ പറയാ, ഫ്രണ്ട് സെക്ഷൻ എനിക്ക് കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഒബിയസ്ലി KTM ഒന്ന് മാറി ചിന്തിച്ചു, വേറെ ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. പക്ഷെ എനിക്ക് എന്തോ അത്ര അങ്ങോട്ട് എന്താ പറയാ, എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നില്ല, അത്രയധികം ഇൻട്രസ്റ്റ് ആയില്ല ആ ഒരു ഡിസൈൻ. ചിലപ്പോ മനസ്സുകൊണ്ട് ഈ ഒരു ഷാർപ്പ് എഡ്ജ്, ഷാർപ്പായിട്ട് തോന്നുന്ന ഈ ഒരു ഫ്രണ്ട് സെക്ഷൻ കൊണ്ട് ആയിരിക്കാം പല കാര്യങ്ങളുകൊണ്ട് എനിക്ക് ഈ ഡിസൈൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിട്ടുള്ളത്. അതിലുപരി പിന്നെ എനിക്ക് എന്തോ സൈഡ് കയറി ഏറ്റവും തൊട്ടടുത്ത സൈഡിൽ നോക്കിയപ്പോ കുറച്ച് അതിനൊരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾ ഞാൻ പുതിയൊരു RC എടുക്കുമ്പോൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സോസ് നോട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ ആ ചിന്ത ഞാൻ അങ്ങനെ ഒഴിവാക്കി, ചെറുതായിട്ട് ചിന്തിച്ചപ്പോൾ ശരി ഒഴിവാക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എടുക്കേണ്ട വണ്ടി അത് ഇത് തന്നെയാണ്, ഇതാണ് മുതലേ അതിന്റെ എക്സ്പ്രഷനെ ട്വീറ്റ് ചെയ്യുന്ന സക്സസ് ചെയ്ത വണ്ടി അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ KTMന്റെ ബാക്കി വണ്ടി, അതായത് ഇപ്പോഴത്തെ പുതിയ അഡ്വഞ്ചർ 390 ആണെങ്കിലും ഡ്യൂക്ക് 390, വേറെ ഏത് വണ്ടി എടുത്താലും എനിക്കൊന്ന് KTM കൊണ്ടുവന്ന പുതിയ ഡിസൈനും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് നല്ല രീതിയിൽ ശതമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തോ RC390 പുതിയ ഡിസൈൻ എന്തോ അധികം KTM ഫാൻസ്, അധികം RC ഫാൻസിനെ ഡിസപ്പോയിന്റഡ് ആക്കി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അത്രയും ഒരു ഓക്കെ ഡിസൈൻ ആയിട്ടല്ല എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് എന്തായാലും എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ നമ്മളൊരു ഇത്രയും പഴയ വണ്ടി, അതായത് ഇപ്പൊ 2014 മുതൽ നമ്മളെന്തായാലും നല്ല പഴയൊരു വണ്ടി എടുക്കുമ്പോൾ പണികൾ എന്തായാലും തരും. അല്ലാതെ ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ് വണ്ടി ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് എന്തായാലും പണികൾ വരും. പണികൾ വരാൻ ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ അത് കൺഫേം ആണ്, നമുക്ക് എന്തായാലും പണികൾ വരും. ഞാനിപ്പോ തന്നെ ഈ 3 വർഷം 6 റേഞ്ചിൽ ഞാൻ കുറച്ച് മീൻസ് പാർട്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോഴാണ് നല്ല കോസ്റ്റിൽ വരാറുള്ളത്. അല്ലാതെ സർവീസ് ഒന്നും എനിക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് തന്നെയാണ്. മീൻസ് എന്റെ ഒരു സാലറി മീൻസ് എനിക്ക് എന്റെ കിട്ടുന്ന ശമ്പളത്തിന്റെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പാർട്സ് മാറ്റിവിടാണ് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിട്ടുള്ളത്, കുറച്ച് കോസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നിട്ടുള്ളത് എന്റെ ഒരു സാലറി വെച്ചിട്ട്. ഏകദേശം എനിക്ക് കുറച്ച് കോസ്റ്റ് ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് കംപ്ലൈന്റ് ഉള്ളത് ഫ്യൂൽ പമ്പ് പോയായിരുന്നു. ആദ്യം കുറെ നാൾ ഉപയോഗിച്ച് എനിക്ക് ഫ്യൂൽ പമ്പ് പോയി, എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഫ്യൂൽ പമ്പ് പോയി. അതിൽ ഏകദേശം 8-9 രൂപ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇയാൾക്ക് മീറ്റർ ചേഞ്ച് ചെയ്തു. അത് മീറ്റർ വന്നിട്ട് ഇറവായിരുന്നു, വെള്ളം കയറി ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ മറ്റേ പിന്നെ ഞാൻ റെഡിയാക്കി എടുത്തത്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഇറവ് പറ്റി, റിപ്പയർ എടുക്കാൻ പറ്റുന്ന ഇറവല്ലായിരുന്നു, പ്രശ്നമല്ലായിരുന്നു. അപ്പൊ അതിന് എനിക്കൊരു മീറ്റർ ഇപ്പം മാറി, ഒരു 8 രൂപ മീറ്ററിന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മാറിയായിരുന്നു വെച്ച് കഴിഞ്ഞാല് ABSന്റെ മുകളിൽ പോയി, അതിന് കുറച്ച് റേറ്റ് വന്നത്. എനിക്ക് 12 13 കറക്റ്റ് ഓർക്കുന്നില്ല, അത് മാർക്കുണ്ട്. ഇങ്ങനെ പറയാനാണ് എനിക്ക് പിന്നെ വന്നിട്ടുള്ളത് കാര്യങ്ങൾ. അല്ലാതെ പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്, അതായത് സർവീസും കാര്യങ്ങളും, ടെസ്റ്റ് പോക്കറ്റ്, ടയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ പുതിയ വണ്ടി എടുക്കുവാണെങ്കിൽ പുതിയ വണ്ടി ഒരിക്കലും പണികൾ വരത്തില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പുതിയ വണ്ടികൾക്ക് പണികൾ വരും, അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. പല വണ്ടികളും KTM തന്നെയല്ലോ, വേറെ എടുത്ത് ഫ്രഷ് ആയിട്ട് തന്നെ ഓരോ പണികൾ വന്ന ആൾക്കാരെ എനിക്കറിയാം. അത് പിന്നെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വണ്ടി പുതിയ വണ്ടിയായിട്ട് അതിന്റെ വാലിഡിറ്റി ക്ലെയിം ആയിട്ട് അത് ഫ്രീ ഓഫ് കോസ്റ്റ് റെഡിയാക്കി കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പുതിയ വണ്ടികളാണെങ്കിലും കാലക്രമേണ അത് പഴയ വണ്ടിയായിട്ട് മാറും. പിന്നെ അതിൽ വരുന്ന മെയിൻ്റനൻസ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് റെഡിയാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് സെക്കൻഡ് ഹാൻഡിലേക്കും ഫ്രഷ് വണ്ടി തമ്മിൽ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2026 ഇതുപോലൊരു BS3 വണ്ടി വാങ്ങണം അല്ലെ വാങ്ങാൻ പോകുന്നത് അത് വർത്താണോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ക്യാരക്ടർ എന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതുപോലൊരു എന്താ പറയാ അത്ര റിഫൈൻഡ് ഒന്നും അല്ലാത്ത, അതിന് ഫീച്ചേഴ്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു റോക്ക് പവർ എൻജോയ് ചെയ്ത് എന്താ പറയുക അത്രയും ത്രില്ലോടെ ഈ ഒരു അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്ത് ഓടിക്കുന്ന ആ ഒരു റൈഡിങ് ഫീൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല. അതല്ല നിങ്ങൾ കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബൈക്കാണ് നോക്കുന്നത്. പുതിയ ബൈക്കിലോട്ട് തന്നെയാണ് പോകുന്നത്, പുതിയ RCO അങ്ങനെയുള്ള ബൈക്കിലോട്ട് പോകാം. പക്ഷെ അല്ലാത്തുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഡിസപ്പോയിന്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ഞാൻ ഇപ്പൊ 3 വർഷം എനിക്ക് ഒരു ഇത്തിരി പോലും ഒരു ബോറടിയോ അല്ലെങ്കിൽ ഇത് പോരാ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണം ഇങ്ങനെ തോന്നുന്നില്ല. ഓടിച്ച അത്രയും കിലോമീറ്ററും അത്രയും എൻജോയ് ചെയ്ത് അത്രയും എന്താ പറയാ ത്രില്ലോടെ ഓടിച്ചിട്ടുള്ള ബൈക്കാണ് ഞാൻ. പിന്നെ എനിക്ക് ആപ്പാട് ഒരു പുതിയ വണ്ടിയാണ് ഒരു വിഷമം തോന്നുന്നത് TFT ഡിസ്പ്ലേ മാത്രം. കാരണം എനിക്ക് അങ്ങനത്തെ TFT ഡിസ്പ്ലേ, വലിയ ഡിസ്പ്ലേ, എല്ലാം കാര്യം ഡിസ്പ്ലേ എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടം. അത് മാത്രമാണ് എനിക്ക് ഒരു ഇത് തോന്നിയിട്ടുള്ളത്. വേറെ വണ്ടി കാണുമ്പോൾ പുതിയ ആശയൊക്കെ കാണുക, അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ചെയ്ത കാര്യം തോന്നുന്നത് മീറ്റർ മാത്രമാണ് എനിക്ക് ഇത് കാണുമ്പോൾ. പക്ഷെ അതിലെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അസൂയ തോന്നാറുള്ളത്.
പിന്നെ ഇതുപോലൊരു വണ്ടി വാങ്ങാനായിട്ട് ഞാനും എനിക്ക് KL ബൈക്കൊന്നും അധികം എന്താ പറയാ നല്ലൊരു ബൈക്ക് ആ സമയം 2 മാസം കൊണ്ട് തപ്പുന്നുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനും വിചാരിച്ചു ഒരു MH ബൈക്ക് വണ്ടി, അതായത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടി വല്ല ഇറക്കിയാലോ, ഇവിടെ KL ആക്കിയാൽ പോയത്. പക്ഷെ പിന്നെ അത് വേണമെന്ന് വെച്ചാൽ ചില ആൾക്കാരോടൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ചിലർക്ക് വണ്ടി വേറെ ബൈക്ക് വാങ്ങിയിട്ട് പണിയിട്ട് ആൾക്കാരെ എനിക്ക് അറിയാൻ സാധിച്ചു. ചിലര് പറയുന്നത് വെച്ചാല് അവിടെ ഓണർഷിപ്പ് ഒന്നും മാറാതെ ഓടിച്ചിട്ട് ഇവിടെ വിൽക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓണർഷിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ സിംഗിൾ ഓണർ കാണിക്കും. പക്ഷെ അത് പല ആൾക്കാർ യൂസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതൊരു പേടി തോന്നി. കാരണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും പൈസ ഒപ്പിച്ചിട്ടിരുന്ന വണ്ടിയാണ്. അങ്ങനെയാണ് ഞാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒരു നീലീസറുണ്ട്, ആ നമ്മുടെ ഇസഞ്ജനായിരുന്നുണ്ട്, പുള്ളിക്കാരുടെ ഫ്രണ്ട് ജോബി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടൻ വഴിയാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത്. ഇത് സിംഗിൾ ഓണർ ബൈക്കാണ്, ആക്സിഡൻസിനും കാര്യങ്ങളൊന്നുമില്ല. 24-25 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയായിരുന്നു. ലക്കിന് എനിക്ക് നല്ലൊരു വണ്ടി തന്നെ കിട്ടി. അപ്പൊ അതുപോലെയുള്ള നല്ല ബൈക്കുകളൊക്കെ തപ്പിയെടുക്കുക. എനിക്ക് തോന്നിയിട്ടുള്ള ഡ്യൂക്കിനെ അപേക്ഷിച്ച് RC കുറച്ച് ഓണർഷിപ്പ് അറിയുന്ന വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം നമുക്ക് കുറച്ച് ഒരു ഇഷ്ടം രസത്തോടെ വണ്ടി എടുത്തിട്ട് ചിലപ്പോൾ ബാക്ക് പെയിൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വണ്ടി വിൽക്കുന്നതായിരിക്കും. ഡ്യൂക്കൊക്കെ പിന്നെ സിംഗിൾ ഓണർ വണ്ടികളൊക്കെ BS3 ഞാൻ OLX അത്യാവശ്യം കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷേ RC അധികം സിംഗിൾ ഓണർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ എടുത്ത റേറ്റ് എന്ന് പറയുമ്പോ 1.70 ഞാൻ വണ്ടിയത്, 1.60 കറക്റ്റ് റേറ്റ് 1.60 ഞാൻ ബൈക്ക് എടുത്തത്. ഇത് സംബന്ധിച്ച ആൾക്കാരൊക്കെ എനിക്ക് പറഞ്ഞത്, അതായത് കുറച്ച് ഓവർ പ്രൈസ് ആയിരിക്കും, ഇത്ര റേറ്റ് കൂടുതലാണ്. പക്ഷെ എന്റെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല ബൈക്ക് ആണെങ്കിൽ 20,000-30,000 എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ വണ്ടിയൊന്നും ഞാൻ ഒരിക്കലും വിൽക്കത്തില്ല. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം ഞാൻ മരിക്കുന്ന ഈ വണ്ടി എന്റെ വണ്ടി ആയിട്ടിരിക്കും, ഞാൻ വിൽക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആളായ ഞാൻ ഒരു 20,000-30,000 എക്സ്ട്രാ കൊടുത്തിട്ട് നല്ല ബൈക്ക് കിട്ടുവാണെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം നമ്മളൊരു വണ്ടി രാത്രി എടുക്കേണ്ട ബൈക്കുകളൊക്കെ. അപ്പോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്നെ പോലെ എന്റെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് ബൈക്ക്. ദിസ് വിൽ നോട്ട് ഡിസപ്പോയിന്റ് യു. അമ്മാതിരി ഒരു കിടന്ന സാധനമാണിത്. അപ്പോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.